അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ കോംബോ ആണ്. ടിഷ്യൂ പേപ്പർ ദോശയും അതുപോലെ തന്നെ ചിക്കൻ കക്കും. ശരിക്കും ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം കഴിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കഴിച്ചിരിക്കണം കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ കക്ക ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 200-300 റേഞ്ചിൽ വരുന്ന ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുക. അതുപോലെ തന്നെ ചിക്കൻ കക്കത്തിന് പൊതുവെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ലെഗ് പീസൊന്നും അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കുഞ്ഞു പീസായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ പരിപാടിയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ വഴറ്റിയെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ മിക്സിങ് പരിപാടിയൊക്കെ തുടങ്ങാം. ഇനിയിപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഏതിലാണ് ചിക്കൻ കക്ക ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 3 മീഡിയം സൈസ് വലുപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അതിപ്പോൾ ഞാൻ 2 ചെറുതായതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്തത് നോക്കിയിട്ട് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. 3 കൂടി ഒന്നിച്ച് ചതച്ചതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 പച്ചമുളകും ഒരു മീഡിയം വലുപ്പമുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, അതായത് ഒരു ബോൾ വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കൂടി എന്നിട്ട് ഒന്നിച്ച് ഇതുപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ടെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല ഭംഗിയുള്ള കളറും കിട്ടും, എന്നാൽ അങ്ങനെ എരിവും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ചിക്കൻ കക്കത്തിലേക്ക് കൂടുതലായിട്ടും മുളക് പൊടി കേട്ടോ വേണ്ടത്, മല്ലിപ്പൊടി അങ്ങനെ വേണ്ട, കുറച്ചേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ കാശ്മീരി എടുത്ത് പറയാം, ഞാൻ കാശ്മീരി ആയതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ ചേർത്തത്. നിങ്ങൾ എരിവുള്ളതാണ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ, പിന്നെ എരിവ് കൂടിപ്പോവും. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരിടിയിട്ട് ചേർക്കുക കേട്ടോ. കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതിന് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത്രയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഞെരിടി കൊടുക്കൂലേ, ആ ഒരു സവാള തക്കാളി സംഭവങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ഞെരിടി കൊടുക്കുക. ഇതുപോലെ അങ്ങ് അടച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത്രയും സമയമായിട്ട് ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടില്ലല്ലോ, അപ്പോൾ ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മല്ലിപ്പൊടി കുറച്ചേ വേണ്ടുള്ളൂ, മുളക് പൊടി കൂടുതൽ. അതാണ് ഈ ഒരു ചിക്കൻ കക്കത്തിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല, നല്ലപോലെ കൈ കൊണ്ട് നമ്മുടെ ഈ പൊടികളും എല്ലാം കൂടി ചിക്കനിലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, കാരണം എന്തായാലും ചിക്കൻ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മളിങ്ങനെ കൈ നനച്ചിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക എന്ന് പറയില്ല, അതുപോലെ 1-2 തവണ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ, ഓവർ വെള്ളമൊന്നും ഒഴിക്കേണ്ടേ. ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റ് അടച്ചു വെക്കുക. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഒരു 2-3 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഒന്നും ഒട്ടും തന്നെ ചൂടില്ലാതെ ചിക്കനല്ലേ നമ്മൾ മൊത്തത്തിലൊന്ന് കുക്ക് ചെയ്യാൻ പോകുന്നില്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചിക്കനിൽ മൊത്തത്തിൽ ചൂടെല്ലാം തട്ടി ഒന്ന് എന്താ പറയുക തിള വരാനൊക്കെ തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതിയേ. കാരണം ആദ്യം തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കുക്കാകാൻ ഒരുപാട് ടൈം എടുക്കും, ചിക്കനിലുള്ള ആ ഒരു വെള്ളമൊന്നും ഇറങ്ങി വരില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക, പിന്നെ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പം തന്നെ ഈ ചിക്കൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും കേട്ടോ, കുറച്ചൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഈ ഒരു ടൈമിൽ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൊത്തത്തിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണേ, കാരണം അടിയിൽ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിടിക്കില്ല എന്നാലും നമുക്കൊന്ന് കെയർ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ മൊത്തത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത് പിന്നെ ഇടയ്ക്കിടെ ഇളക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, പിന്നെ ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ വെന്തിട്ടുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങ് വെന്ത് ഉടനെ നമ്മളെ എല്ലുമെന്നൊക്കെ വിട്ടുപോകുന്ന ടെക്സ്ചറില്ല, അങ്ങനെ ആക്കിയെടുക്കരുത്. നല്ല പാകത്തിനുള്ളൊരു വേവില്ല, ആ ഒരു രീതിക്ക് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം.
ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാ, വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതിൽ നിന്ന് ചിക്കൻ പീസസ് മാത്രം ഇതുപോലെ ഇട്ടിട്ട് ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ അതിൻ്റെ മസാല പെടണ്ട കേട്ടോ, വെറും ചിക്കൻ പീസസ് മാത്രം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നന്നായിട്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കറിവേപ്പിലയും കൂട്ടിയിട്ട് തന്നെ ഫ്രൈ ചെയ്യുക കേട്ടോ. അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും, കറിവേപ്പിലയുടെ ഫ്ലേവർ വേണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നോർമൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കക്കത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. കാരണം ചിലവർക്ക് കുറച്ചൊന്ന് ഉണങ്ങിയിട്ടായിരിക്കുമല്ലോ ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം, ചിലവർക്ക് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ആയിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. ഇനി ഇതിപ്പോൾ എണ്ണയിൽ നിന്ന് മൊത്തത്തിൽ കോരിയെടുക്കുക. അതുപോലെ തന്നെ ടെൻഷനൊന്നും കണ്ട, ചിലപ്പോൾ ബിഗിനേഴ്സൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കും ചിക്കൻ ഫ്രൈ ചെയ്യാനൊന്നും ടെൻഷൻ വേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അത്യാവശ്യം നല്ല വെന്ത ചിക്കനാണ്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ബാക്കിയുള്ള ഒരു സെക്കൻഡ് ബാച്ചും കൂടി ഉണ്ട് കേട്ടോ, 2 ട്രിപ്പ് ഉണ്ട് എൻ്റെത്. അതിപ്പോൾ സെക്കൻഡ് ബാച്ചും ഞാൻ മൊത്തത്തിൽ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ മൊത്തത്തിൽ 2 ബാച്ചും ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ആ ഒരു സെയിം എണ്ണയില്ലേ അതിലേക്ക് തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണേ, കാരണം അല്ലെങ്കിൽ അതിലുള്ള മസാല കാര്യങ്ങളൊക്കെ കരിഞ്ഞ് ചുവ വരും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ഇല്ലേ, ചിക്കൻ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ മസാലയില്ലേ, ആ ഗ്രേവി മൊത്തത്തിൽ ഈ ഒരു എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾ കുറേ എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ കുറച്ച് എണ്ണ ഇങ്ങ് കോരി മാറ്റി കേട്ടോ, കാരണം ഓവർ വേണ്ടല്ലോ, നമുക്കൊരു ചിക്കൻ കറി നോർമൽ വെക്കുന്ന ആ ഒരു എണ്ണയെ വേണ്ടുള്ളൂ. അപ്പോൾ ഇതാ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ തന്നെ ചെയ്യണം എന്തായാലും, എന്താണെന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെ ഈ ഒരു ചിക്കൻ കക്കത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാകുമ്പോൾ ഒരു ഫ്ലേവർ കൂടുതലുണ്ടാവുമല്ലോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രേവി ചിലവരത് ലൂസ് ഉണ്ടാവും, എൻ്റെ ഇപ്പോൾ അങ്ങനെ ഓവർ ലൂസ് ഇല്ല, കാരണം ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അഥവാ നിങ്ങളുടെ ഗ്രേവി ഈ ഒരു ഗ്രേവി അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. കാരണം ഇത് തിക്കായിട്ടുള്ളൊരു മസാലയാണ്, ഇതിനാണ് കക്കം എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു മസാലക്ക്. അപ്പോൾ നല്ലപോലെ ഇതുപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക, അതിന് ശേഷം മാത്രം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളേ. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ ഈ ഒരു മസാലയൊക്കെ നല്ലപോലെ തിക്കായതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ എല്ലാ സൈഡിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക, ഇതുപോലെ മിക്സ് ആക്കിയിട്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ പരിപാടിയൊക്കെ ചെയ്താൽ മതി കേട്ടോ, കാരണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഗ്രേവിയിലൊട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെയല്ല, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ കക്കത്തിൻ്റെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടെയോ ഒന്ന് ഇളക്കി കൊടുക്കുക, കണ്ടിന്യൂസ് ഇളക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് എന്താ ഇതിങ്ങനെ മനസ്സിലാവാൻ റെഡിയായെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സൈഡിലൊക്കെ മൊത്തത്തിൽ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ, വറ്റി കുറുകി ഒന്ന് സെറ്റായിട്ട്, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവെന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ 1/2 ടീസ്പൂണല്ലേ ഫസ്റ്റ് ഇട്ടത്, ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓവർ ചേർക്കേണ്ട കേട്ടോ, കുറച്ച് മതിയല്ല, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചിക്കൻ കക്ക റെഡി ആയി കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്ന വീഡിയോയിൽ സൈഡിലൊക്കെ കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഒന്ന് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുള്ളത്, സൈഡിലും മിഡിലൊക്കെ ആയിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കക്ക റെഡിയായി. ഒന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കളറും മാറുമേ, അങ്ങനെ കളറ് മാറണം കേട്ടോ, എങ്കിലേ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ദോശയല്ലേ, അത് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. അതവിടെ അടച്ച് വെക്കുക കേട്ടോ. ചിക്കൻ കക്ക റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ജീരകശാല അരി കുതിർത്ത് വെച്ചിട്ടുണ്ടേനു. ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്നില്ല കണ്ണൂർ, അപ്പോൾ ഈ ഒരു അരി ആകുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ ഒരു അരി തന്നെ വേണം, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ 3-4 തവണ കഴുകി എടുത്തതിന് ശേഷമാണ് പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്, അത്രയും മതി, അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അരി കുതിർത്ത് വെച്ചത് ഈ ഒരു മെഷറിംഗ് കപ്പിലാണ്, 250 ml ഈ ഒരു കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം മൊത്തത്തിൽ കളയുക, ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ അരി മാത്രം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്, കാരണം അരക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണ്ട, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരക്കപ്പ് അരി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1 മുട്ട മതിയേ. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചോറ്, അതായത് നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി അളവിൽ ചോറ്. ഞാനിപ്പോൾ 1 കപ്പല്ല അരി എടുത്തത്, അതുകൊണ്ട് 1/2 കപ്പ് ചോറും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് ഒഴിക്കേണ്ട കേട്ടോ, പിന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ച് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് ഒഴിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം, നല്ല ഫൈനായിട്ട്, ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ദോശയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാവ് വെള്ളം പോലെ ആയിരിക്കണം കേട്ടോ, നമ്മൾ അരച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സെയിം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പിന്നെ 1.5 കപ്പ് വെള്ളമാണ് അധികം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം എൻ്റെ മാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രമാത്രം ലൂസായിരിക്കണേ മാവ്, എങ്കിലേ അത്രയും സോഫ്റ്റും നേരെ ടിഷ്യൂ പേപ്പർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ഉണ്ടാവാമെന്നല്ല. ആ ടിഷ്യൂ പേപ്പറിൻ്റെ ടെക്സ്ചറിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു ലൂസിൽ മാവ് അരച്ചെടുക്കണേ. അപ്പോൾ ഇത് ഏകദേശം, അപ്പോൾ ടോട്ടൽ ഞാൻ മൊത്തത്തിൽ 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ദോശ എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉപ്പൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനിയിപ്പം നമുക്ക് ദോശ ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ല പോലെ ഇപ്പം ചൂടായി കിടക്കുകയാണ്. ഇനിയിപ്പം മാവ് നിങ്ങൾ ഒഴിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ പാന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിക്കുക. എന്നിട്ട് മാവ് ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, പാന് ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണേ. അല്ലാതെ അവിടെ ഗ്യാസ് സ്റ്റോപ്പ് തന്നെ വെച്ചിട്ട് സ്പൂണ് കൊണ്ട് ചുറ്റിക്കാൻ പാടില്ല, പാൻ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ, അപ്പോൾ നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം എന്താ പറയുക നേരിയ ദോശയാണെന്നുള്ളത്. അതാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ ദോശ എന്ന് പേര് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മുകൾ ഭാഗം ഒന്നങ്ങ് സെറ്റായി വരുന്ന ടൈമിൽ ഇതുപോലെ ബ്രഷിൽ കുറച്ച് നെയ്യ് എടുക്കുക, ഗീയില്ലേ RKG, നമ്മുടെ RKG മിൽമ നെയ്യ് ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ, നല്ല ഫ്ലേവറുള്ള നെയ്യ് നോക്കിയിട്ട് എടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ദോശ റെഡിയായി. ഇനിയിപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അഥവാ നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ നമ്മുടെ ദോശ റെഡിയായി കേട്ടോ, കാരണം വേവിൻ്റെ ടൈമൊന്നും അത്രമാത്രമൊന്നും ഇല്ലല്ലോ, അത്രയും നേരിയതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ ദോശ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം നേരിയല്ലേ. ശരിക്കും നമ്മുടെ വിരലിൻ്റെ ആ ഒരു അടയാളമൊക്കെ അടിഭാഗത്തോട്ട് നേരിലായിട്ട് കാണും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടിഷ്യൂ പേപ്പർ ദോശ അങ്ങനെ മൊത്തത്തിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ തന്നെ ചുരുട്ടി പിടിക്കാനും ഏത് രീതിക്കും റെഡിയാക്കി എടുക്കാം കേട്ടോ, അത്രക്കും നേരിയതാണ്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കക്കവും ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ അവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു കളറും എല്ലാം കാണുമ്പം തന്നെ നമുക്ക് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ചിക്കനിൽ ആ ഒരു എന്താ പറയുക, ചിക്കനിൽ പുരണ്ടിട്ടുള്ള ആ ഒരു മസാലയില്ല, അതിനാണ് കേട്ടോ ശരിക്കും ചിക്കൻ കക്കം എന്ന് പേര് പറയുന്നത്. ഈ ഒരു മസാലക്കാണ് കേട്ടോ, ശരിക്കും ഈ ഒരു മസാല മാത്രം മതി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ സൽക്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഗസ്റ്റിന് മുന്നേ സ്റ്റാർ ആവാം കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ദോശയുടെ വേറൊരു കാര്യം പറയാം, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം, അവരെ കണ്ണൊപ്പിക്കാം കേട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര സോഫ്റ്റ് അല്ലേ. അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ദോശയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്ലീസ് മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യണേ, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രക്കൊന്നും ടൈം വേണ്ട കേട്ടോ, സിമ്പിളായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിപ്പോൾ വീഡിയോ ആകുമ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.